JP അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൊവ്വ നീചരാശിയിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ വൃശ്ചികൻ രാശിക്കൂറുകാരുടെ ഫലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ. ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുന്ന ഏപ്രിൽ മാസം മുതൽ ജൂൺ 7 വരെയുള്ള സമയത്ത് വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വൃശ്ചികൻ രാശിക്കാരുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് ചൊവ്വ. ആ ചൊവ്വയാണ് കർക്കിടകത്തിൽ 9-ാം ഭാവത്തിൽ നീചനായി നിൽക്കുമ്പോൾ പൂർവകർമ്മ ഫലത്തിൻ്റെ അല്ലെങ്കിൽ പണ്ട് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതായത് 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്, പൂർവ്വ പുണ്യസ്ഥാനമാണ്. അപ്പം മുൻ ജന്മങ്ങളിലും അതുപോലെ തന്നെ ഈ ജന്മത്തിലും നമ്മളും നമ്മുടെ പൂർവികന്മാരും ചെയ്തിട്ടുള്ളതിൻ്റെ ഫലം, അത് നല്ലതാണെങ്കിൽ നല്ല ഫലമായിട്ട് അനുഭവിക്കേണ്ടി വരിക, മോശമാണെങ്കിൽ മോശമായ ഫലം അനുഭവിക്കേണ്ടി വരിക. അതൊക്കെയാണ് അസ്ട്രോളജിയിലെ സൂചനകൾ. അപ്പോൾ 9-ാം ഭാവം ഭാഗ്യസ്ഥാനമായതുകൊണ്ട് തന്നെ ആ 9-ാം ഭാവത്തിൽ ചൊവ്വ നീചനായി നിൽക്കുന്നു എന്നത് അത്ര നല്ല ഫലം നൽകുന്ന ഒരു കാര്യമല്ല. 9-ാം ഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഗുരുക്കന്മാരെ സൂചിപ്പിക്കാറുണ്ട്, അതുപോലെ പിതൃജനങ്ങളെ, നമ്മുടെ പൂർവികന്മാരെ സൂചിപ്പിക്കാറുണ്ട്. പുണ്യത്തെയും വംശത്തെയും ഭാഗ്യത്തെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് 9. ജന്മരാശാധിപൻ നീചനാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം ജന്മരാശി അതുപോലെ ലഗ്നരാശി ഇതെല്ലാം ശരീരത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചൊവ്വയുടെ നീചരാശി സ്ഥിതിക്ക് മെയ് 14 വരെ വ്യാഴം ഇടവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് ചൊവ്വ കർക്കിടകത്തിൽ നീചനായി തന്നെ ജൂൺ 7 വരെ സഞ്ചരിക്കുന്ന സമയത്ത് കർക്കിടകത്തിലെ നീചനായ ഗ്രഹത്തിൻ്റെ ഉച്ചരാശ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. കാരണം വ്യാഴമാണ് കർക്കിടകത്തിൽ ഉച്ചസ്ഥനാകുന്നത്. ആ വ്യാഴം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 7-ാം ഭാവത്തിൽ ഇടവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇടവത്തിൽ സഞ്ചരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ മെയ് 14 വരെയാണ്. മെയ് 14-ന് ശേഷം മിഥുനത്തിലേക്ക് മാറും. അപ്പം ഇടവത്തിൽ സഞ്ചരിക്കുന്ന ആ സമയം നീചരാശിയുടെ ഉച്ചരാശ്യാധിപനായ വ്യാഴം 7-ാം ഭാവത്തിൽ വരുന്ന നീചഭംഗ രാജയോഗത്തെ ചെയ്യും. അതായത് മെയ് 14 വരെ നീചഭംഗ രാജയോഗം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള സമയം, അതായത് മേടമാസം. ഈ മേടമാസം എന്ന് പറയുമ്പോൾ ആദിത്യൻ മേടത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ മേടൻ രാശി ആദിത്യൻ്റെ ഉച്ചരാശി കൂടിയാണ്. അപ്പം അങ്ങനെ മേടത്തിൽ ആദിത്യൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ വൃശ്ചികൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിലാണ് ആദിത്യൻ വരുന്നത്. ആ 6-ാം ഭാവം രോഗം, ശത്രു, കള്ളൻ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാറുണ്ടെങ്കിലും ഉച്ചരാശിയിലെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ ആദിത്യൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. പാപഗ്രഹങ്ങളാണ് 3, 6, 11 നിൽക്കുമ്പോൾ അത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ശത്രുക്കളെ നേരിട്ട് പരാജയപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ടാകും, സാഹചര്യം. അതുപോലെ തന്നെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന സമയം കൂടിയാണ് ഈ മേടമാസം. പിന്നെ സർക്കാർ സംബന്ധമായിട്ട് ആദിത്യൻ സർക്കാരിനെയും സൂചിപ്പിക്കുന്നതാണല്ലോ, കാരണം രാജാവിനെയും സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്കും അതിൻ്റേതായ മെച്ചം ഉണ്ടാകും എന്നുള്ളതാണ്. ഉച്ചരാശിയിലാകുമ്പോൾ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ പ്രമോഷൻ വരാം. അതുപോലെ തന്നെ ജോലി കാത്തിരിക്കുന്നവർക്കും ജോലി സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. പിന്നെ ആദിത്യനെ സംബന്ധിച്ചുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിതാവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പിതാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളും സഹായങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകും. മറ്റൊരു കാര്യം, മേടത്തിലെ ആദിത്യനാണ് ഉച്ചരാശിയിൽ വരുന്നത്. അപ്പോൾ മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്.
ചൊവ്വയാണല്ലോ നീചനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഉള്ള തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് പരിഹരിക്കാൻ പറ്റിയേക്കും. അതുപോലെ ഓഹരി സംബന്ധമായിട്ട്, പൂർവിക സ്വത്ത് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് രമ്യമായിട്ടൊക്കെ പരിഹരിക്കാൻ പറ്റും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കേസോ വഴക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, അത് കോടതി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്വത്തുവകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുകൂടി ഒരു അനുകൂലമായ സമയം വരാം. നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കും. മെയ് 15 മുതൽ സൂര്യൻ 7-ാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് മാർഗസ്ഥാനം കൂടിയാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്ന സമയം അത്ര മെച്ചമായിരിക്കണം എന്നില്ല. സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന തർക്കവും അകൽച്ചയൊക്കെ ഒന്ന് മാറിക്കിട്ടും. സന്താനങ്ങളെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളും മാറിക്കിട്ടും. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ നീചരാശിയായ മീനത്തിൽ നിന്ന് മൗഢ്യം പ്രാപിച്ച് അതൊക്കെ ഒന്ന് മാറി സഞ്ചരിച്ച് മെയ് 7-ാം തീയതി മേടൻ രാശിയിലേക്ക് 6-ാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പം 5, 6 ഭാവത്തിൽ, അപ്പം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചപ്പോൾ അതിന് നീചവും മൗഢ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥിതിയിൽ നിന്ന് അത് 6-ാം ഭാവത്തിലേക്ക് മെയ് 7-ാം തീയതി മേടൻ രാശിയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റം അതിലുണ്ടാകും. കാരണം നീചരാശിയിൽ നിന്നുള്ള ഒരു മാറ്റം നമുക്ക് സ്വാഭാവികമായും ഒരു നല്ല ഫലത്തെ പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നതാണ്. ആ സമയത്ത് പഠനത്തിൽ ചെറിയ പുരോഗതി വരാം. അതുപോലെ കാര്യബോധം ഉണ്ടാകാം. അതായത് ഇങ്ങനെ ഉഴപ്പി അടിച്ച് നടന്നാൽ പോലെ പഠിക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്ക് വരാം. സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് മെച്ചപ്പെടണം എന്നൊരവസ്ഥയും ഉണ്ടാകാം. അപ്പോൾ ജോലി വേണം, വിദ്യാഭ്യാസം വേണം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ബുദ്ധിപരമായ കാര്യത്തിലും സാമ്പത്തിക രംഗത്തും കൂടുതൽ നല്ല സമയം എന്ന് പറയുന്നത് മെയ് 14 വരെയാണ്. കാരണം മെയ് 14 വരെ 7-ാം ഭാവത്തിലെ വ്യാഴവും അതുപോലെ തന്നെ ചൊവ്വയുടെ നീചരാശി സ്ഥിതിയും ബുധന്റെ നീചസ്ഥിതി ഒന്ന് മാറി മേടൻ രാശിയിലേക്കൊക്കെ വരുന്ന ഒരു സമയവും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി കൂടുതലായി നമ്മൾ പരിഗണിക്കുമ്പോൾ മെയ് 14 വരെ നല്ല ഒരു സമയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ, അതായത് സന്താന ദുരിതം അനുഭവിക്കുന്നവര്, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവര്, അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി, പഠനം, ഇങ്ങനെ ഉപരിപഠനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നവര്, അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ആ മനപ്രയാസങ്ങൾ, ഇതെല്ലാം തന്നെ മെയ് 14 വരെയുള്ള സമയത്ത് കുറേയൊക്കെ മാറ്റം വരും. കാരണം നീചഭംഗ രാജയോഗം ആ സമയത്ത് ഉണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ വിവാഹാദി മംഗള കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വരാം. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ ഉണ്ടാകാം. അതുപോലെ കളത്ര സുഖം, കാര്യസാധ്യം, ധനലാഭം, വാക്സാമർത്ഥ്യം, കുടുംബത്തിൽ ബന്ധുക്കളെല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു അവസരം, ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ചില അവസരങ്ങൾ, അതുപോലെ ദൈവാധീനം, ഇതെല്ലാം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് 14 വരെ നല്ല സമയമാണ്. അതിനുശേഷം വ്യാഴം അഷ്ടമത്തിലേക്കാണ് മാറുന്നത്. അത് ചില പ്രയാസങ്ങളും ചില ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരാം. ഈ സമയത്തെന്ന് പറയുമ്പോൾ സാധാരണയിൽ കൂടുതലായിട്ട് ചിലവ് വർദ്ധിക്കും. അതുപോലെ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയം പൊതുവെ നല്ല ഫലം നൽകിയിട്ടുണ്ട്. അത് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മീനൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചും അത് നല്ല ഫലമാണ് നൽകിയിട്ടുള്ളത്. അപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചും ധനലാഭം, സാമ്പത്തികമായ ലാഭം, സന്താന ലാഭം, പുത്രലാഭം, അതുപോലെ ബന്ധുക്കളുടെ ഒരു ഒത്തുചേരല്, ഗുരുജനങ്ങളുടെ സന്തോഷം, സ്ത്രീസുഖം, ശയനസുഖം, മനസ്സിന് സന്തോഷം നൽകുന്ന പല അനുഭവങ്ങളും, വസ്ത്രാഭരണാദി ലാഭം, തീർത്ഥയാത്രകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി കാണും. അതിനൊക്കെ ഉള്ള സമയം കൂടിയാണ്. എന്നാൽ മെയ് 31 മുതൽ ശുക്രൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറും. ആ സമയത്തെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം ചൊവ്വയുടെ രാശിയിലാണ് ശുക്രൻ വരുന്നത്. ചൊവ്വയാണെങ്കിൽ നീചരാശിയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് പലരും ശത്രുതാപരമായി പെരുമാറാം.
ദമ്പതിമാർ തമ്മിൽ കലഹമുണ്ടാകാം. ഗർഭിണികളും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കുടുംബത്തിൽ ചില പൊരുത്തക്കേടുകളൊക്കെ വരാം. ഉദര സംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ നേരിടാം. അതായത് അപ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും. യൂറിനറി ഇൻഫെക്ഷന്, അതുപോലെ യൂട്രസ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ, ബ്ലീഡിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയെ മാത്രമേ പറയുന്നുള്ളൂ. ഉണ്ടാകും എന്ന് ഉറപ്പല്ല. എങ്കിലും പലർക്കും അതിനുള്ള സാധ്യതകൾ വരാം. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശുക്രനും ചൊവ്വയുമായുള്ള ഒരു ബന്ധം വരുമ്പോൾ, മേടൻ രാശിയിൽ വരുമ്പോൾ ചില അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകും. ദമ്പതിമാരിൽ തന്നെ ഒരുതരം അകൽച്ചയും ഒരു ചെറിയ ഭിന്നിപ്പിൻ്റെയൊക്കെ ഒരു സൂചന ഉണ്ടാകുന്ന ഒരു സമയം കൂടി ആകാം. പരസ്പരം കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ വരാം. ശനിയുടെ രാശിമാറ്റം മനപ്രയാസവും സന്താനക്ലേശവും ഉണ്ടാകാനുള്ള സാധ്യതയെ ഉണ്ടാക്കും. 7ാം ഭാവാധിപനായ ശുക്രൻ 6ൽ സഞ്ചരിക്കുമ്പോൾ ജൂൺ മാസം ദമ്പതിമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ ആരോഗ്യ പ്രശ്നമോ മൂലം സുഖത്തിന് ഹാനി വരാം. 5ൽ സഞ്ചരിക്കുന്ന രാഹു മനസ്സിൽ ചില ആശയങ്ങളൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതകളെ പറയുന്നുണ്ട്. പലപ്പോഴും പ്രതീക്ഷിച്ച ഗുണമൊന്നും ലഭിക്കുകയുമില്ല. പങ്കാളിക്ക് സ്നേഹക്കുറവാണെന്ന് തോന്നിപ്പിക്കും. സന്താന വിഷയത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. മെയ് 18 മുതൽ രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ 4ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ആ 4ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യ സംബന്ധമായും രാഹു ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കും. അത് അലർജി ആകാം, ഉദരരോഗമാകാം, അതുപോലെ വീട്ടിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആകാം. പിന്നെ അൾസർ, ഗ്യാസ്, അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, മലബന്ധം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും വരാവുന്ന ഒരു സമയത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും അത്ര മെച്ചമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. 4ാം വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും അത്ര വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ അലസമായി വാഹനം ഓടിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാം. ശ്രദ്ധിച്ചാൽ മതി. ജൂൺ മുതൽ ജനസേവനം, രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ, അതായത് കേതുവിൻ്റെ ഒരു സ്ഥിതിയും രാഹുവിൻ്റെ ഒരു സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്കും ജനസേവനം നടത്തണം എന്നൊക്കെ ചിന്തിക്കുന്നവരും അതുമായി പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ അവർ പരിശ്രമിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്നൊക്കെയുള്ള കാര്യത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകും. എല്ലാം അവരുടെ കാര്യം സാധിക്കാനാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം ഈ രാഹുകേതുക്കൾ എന്ന് പറയുമ്പോൾ അത്ര സ്ട്രെയിറ്റായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ശനിയുടെ രാശിയിലേക്കാണ് രാഹു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ ഭാവിക്ക് വേണ്ടിയും അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയുമൊക്കെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകാം. എന്നാൽ സ്വന്തം കാര്യങ്ങൾ, അതായത് വീട്ടിലെ കാര്യങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധം കാണില്ല. അതാണ് ഈ 4ാം ഭാവത്തിൻ്റെ സ്ഥിതിയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചില നീരസങ്ങളോ ഒക്കെ ഉണ്ടാകാം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരോട് കാണിക്കുന്ന താല്പര്യം വീട്ടിലെ കാര്യത്തിന് കാണിക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും. അത് സ്വന്തം കാര്യം നേടാനുള്ള ബുദ്ധിപരമായ ഒരു കഴിവിനെയാണ് ഈ രാഹുകേതു രാശിമാറ്റം കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ പല കാര്യങ്ങളും, അതായത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും ഇതെല്ലാം ഒരു പൊതുഫലമാണ്. കാരണം വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവരുടെ എല്ലാവരുടെയും ജാതകത്തിലെ സ്ഥിതിയും അതുപോലെ ദശാപകാരങ്ങളും ഒന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം നല്ല സമയത്ത് നല്ല ദശാപഹാരങ്ങളും അതുപോലെ തന്നെ ചൊവ്വായി പറയുന്നത് പോലെ അത്ര മോശമായിട്ട് നിൽക്കാത്തവരെ സംബന്ധിച്ചും ജാതകത്തിൽ ഇപ്പോൾ ഒരുവിധം നല്ല സമയത്ത് മുന്നോട്ട് പോകുന്നവരും അവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വളരെ മോശമായി നിൽക്കുന്നവരും ചൊവ്വ വളരെ മോശമായിട്ടൊക്കെയാണ് ഉള്ളവരെ എങ്കിൽ, പ്രത്യേകിച്ച് ചൊവ്വായ, വ്യാഴം, ശുക്രന്, ഇവരൊക്കെ അത്ര നല്ല ബലവാനായ ഇഷ്ടഭാവത്തിലല്ലാതെയാണ് നിൽക്കുന്നത് എങ്കിലും അതുപോലെ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ ദശാപഹാരകാലം മോശമാണെങ്കിൽ അവരെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നെ ചിലരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ശനി നല്ലതാണെന്ന് പറഞ്ഞു ഓരോ രാശിക്കാരുടെ സംബന്ധിച്ച്. ചൊവ്വയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം, സ്ഥിരതയൊന്നുമില്ലേ എന്നുള്ള രീതി. ഓരോ ഗ്രഹങ്ങളും നൽകുന്ന ഫലം വ്യത്യസ്തമായിരിക്കും. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് 2.5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്.
വ്യാഴത്തിൻ്റെ പൊതുഫലം പറയുമ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. ഈ സമയത്ത് ചിലപ്പോൾ വക്രഗതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ മാത്രമേ ഈ ഫലത്തിനൊക്കെ ചെറിയ വ്യത്യാസം വരുള്ളൂ. എന്നാൽ ഇത് മാത്രമല്ലല്ലോ, ഗ്രഹസ്ഥിതിയിൽ മറ്റു പല ഗ്രഹങ്ങളും ഉണ്ടല്ലോ. ഇവയൊക്കെ തന്നെ സഞ്ചരിച്ച് ഇപ്പോൾ രാഹുകേതുക്കളാണെങ്കിൽ 1.5 വർഷം നിലനിൽക്കും. ഈ 1.5 വർഷത്തിനിടയിൽ ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കും സഞ്ചാരഗതിയിൽ മാറ്റം വരും. ഓരോ ഗ്രഹങ്ങളുടെയും കാലദൈർഘ്യം വ്യത്യസ്തമാണ്, ഫലങ്ങൾ വ്യത്യസ്തമാണ്, ഓരോ രാശിയിലും വരുമ്പോഴും വ്യത്യസ്തമാണ്. ഒരു മനുഷ്യന് ഒരു വർഷത്തിൽ 12 മാസവും ഒരേ അനുഭവമൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ വരുന്നു. കാരണം ചിലപ്പോൾ നല്ല സമയമായിരിക്കാം, ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരാം. അത് ഒരു മാസത്തെ കാര്യമെടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുള്ള മാറ്റമനുസരിച്ച് നമ്മുടെ ഫലത്തിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിന് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് അസ്ട്രോളജി. അതനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അസ്ട്രോളജി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.